എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നൊരു ദിവാലി സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ചോക്ലേറ്റ് മിൽക്ക് പേട. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. വളരെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക, ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ പേടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചു. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അടി കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. നെയ്യെല്ലാം ഉരുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. അതൊരു 3 ടേബിൾ സ്പൂണോളം. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് പാലാണ്. അതൊരു 1/4 കപ്പോളം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ തീ താഴ്ത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. തീ താഴ്ത്തി കുറച്ച് നേരം നമ്മൾ ഇതൊന്ന് ലിക്വിഡ് പോലെ ആവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് കട്ടിയായിട്ട് വരും. അപ്പോൾ കട്ടിയാവുന്നത് വരെ നമ്മൾ തീ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ അത് പെട്ടെന്ന് കട്ടിയായി കിട്ടും. നമ്മളിത് തീ താഴ്ത്തി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. കാരണം പാൽപ്പൊടിയാണ്, അപ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി ഇത് കട്ടിയാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിർത്താതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ. വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി തുടങ്ങി, നല്ല ഡ്രൈ ആയി തുടങ്ങി. ഇത് ഉരുട്ടാനുള്ള ഒരു പാകമായി തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് മിൽക്ക് പേടയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ഇത് ചേർക്കാതെ നോർമൽ മിൽക്ക് പേടയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് കട്ടിയായ ശേഷം ഉരുട്ടിയെടുത്താൽ മതി. കൊക്കോ പൗഡർ ചേർത്ത ശേഷം നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ പേടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്ത ശേഷമാണ് നമ്മളിത് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ നമ്മൾ കുറച്ച് നെയ്യ് പരട്ടിയ ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുട്ടിയിട്ട് നടുവിൽ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് പിസ്ത നിറയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ചെയ്യാൻ അതുപോലെ ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നടുവിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ പേടകളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പിസ്ത കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്കായിട്ട് കുറച്ച് പിസ്ത വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവാലി ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്